നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകത്ത് കാറിടിച്ച് റേഷൻ വ്യാപാരി മരിച്ചു. ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ എത്തിച്ചേർന്നു. സ്കൂളുകളിൽ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മതിലകം മതിൽമൂലയിൽ കാറിടിച്ച് റേഷൻ വ്യാപാരി മരിച്ചു. പുതിയകാവിൽ CK വളവിൽ ഉണ്ടേക്കടവിൽ മുഹമ്മദ് മകൻ അബുവാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. രാവിലെ 10-ന് മതിലകം മതിൽമൂലയിൽ വെച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ഓൾട്ടോ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന യുവാക്കൾ അബുവിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മതിലകം ഓണച്ചമ്മാവിൽ റേഷൻ കട നടത്തിവരികയായിരുന്നു അബു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഖബറടക്കം ശനിയാഴ്ച രാവിലെ 9-ന് പുതിയകാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. മറിയുമ്മയാണ് ഭാര്യ. സബീന, വഹീദ, റൂബി, മുഹമ്മദ് എന്നിവർ മക്കളും. ജമാൽ, ഫൈസൽ, റാഫി, ഷഫ്ന എന്നിവർ മരുമക്കളുമാണ്. ഇന്ന് ആരോഗ്യ ചികിത്സാ രംഗത്ത് ഓരോ വിഭാഗത്തിനും സ്പെഷ്യലൈസേഷനുകളുടെ കാലമാണ്. എന്നാൽ ശരീരത്തെ മുഴുവൻ അറിഞ്ഞു ചികിത്സിക്കേണ്ട കാലമാണ് ഇനി വരേണ്ടതെന്ന് ISRO മുൻ ചെയർമാൻ പത്മവിഭൂഷൺ ജി മാധവൻ നായർ അഭിപ്രായപ്പെട്ടു. എല്ലാവിധത്തിലും എഴുതിത്തള്ളിയ രോഗികളെ പരിചരിക്കുന്ന ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ അവയവങ്ങൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഇനിയും നമുക്ക് ക്ലിയറായിട്ടുള്ള ഒരു പഠനം വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ സമയത്ത് ഒരു രോഗി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവയവത്തെ പറ്റി കൂടുതൽ പഠിച്ച് അതിനെ മാത്രം ചികിത്സിക്കുന്നതായിരിക്കും ചെയ്യുന്നത്. മറ്റവയവങ്ങൾക്ക് എന്തൊക്കെ പറ്റാം ആ ചികിത്സ കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ റൂട്ട് കോസ് അതാണോ അതോ ഇത് സിംറ്റമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ചിലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്നായി കാണാനും അതിലെ ഓരോ ഭാഗത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻ്റർ കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ബോഡിയെ മുഴുവൻ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷനായി. K സുഗതൻ, ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ ജയരാജ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവന്റെ 35ാമത് വാർഷികാഘോഷം മുൻ ISRO ചെയർമാൻ പത്മവിഭൂഷൺ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. The students have to be enabled to work with their hands in various aspects of life, and when they come out of the school, they should be empowered to take up a job by themselves. So this is a great challenge. I can see that as part of the Green Mission, the agricultural practices are being taught to the students. It's very much needed, especially in a stage where almost all the land is lying barren without any productive activity. Agriculture is a very emerging field and a noble cause. I think Kerala should be able to produce at least the rice, vegetables and other essential commodities from their own soil. If that's the case, at least a small section of the people should take it to agriculture and make that as their profession. So this demands some sort of a sacrifice, not running after the engineering or medical or management type of studies. ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി KG അശോകൻ, വൈസ് പ്രസിഡന്റ് IR രാജൻ, CEO പ്രൊഫസർ PK നൂറുദ്ദീൻ, ശൈലജ B മേനോൻ, രാജീവ് തഷ്നാത്ത്, ബാബു പൊറ്റേക്കാട്ട്, കസ്തൂരിബായി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ EK സുഷമ സ്വാഗതവും ആഷ്ന K അശോക് നന്ദിയും പറഞ്ഞു. രാവിലെ പ്രദേശത്തെ CBSE വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ശാസ്ത്രലോകത്തെ വിവരങ്ങളെക്കുറിച്ച് കൗതുകകരമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. There were many objections in this establishment. What your quick decision-making power, transparency and leadership removed all those issues. So, could you please tell us how you were able to overcome such strong impediments in your career? Well, simple. As I mentioned,
you don't get bogged down by complexity and worry about problems and things like that. There will be hundreds of problems in front of you. Take one problem at a time and solve it. And then you finally achieve. Okay? Similarly here, the basic thing was, the basic motivating force was, at the time there was a IT boom, and net result is no good qualified person joins ISRO. And even whoever were in ISRO, they were running out to the IT industry. So we set a goal that we have to have in our institute, a captive institute, which will train these people or virtually spoil them so that they are good only for space research. So you study them or teach them the subjects like aeronautics, propulsion, control systems, avionics, space science and so on. So they are highly specialized type of course, and at the end of that, they had to be retained. So only way is you have to bind them. So one simple way what we thought is, you spend more than about $1.5 lakh every year as a tuition fee itself, plus leave alone other expenses, the hostel and so on. So we said, okay, we will give it free. You select the best student, put them in this course, meet all their expenses, but simply ask for a small favor back from them. You serve the organization for 5 years. But why we put a 5-year limit is, normally first 2 years, a lot of itch will be there, you want to jump out, this and that and all. But by the time you learn the space technology and taste the challenge of pursuing a cutting edge of technology, you will not go out of space department. So this is the old thing. Now problems, okay, right from taking land at Panmudi onwards, it was there. But I would have taken a simple solution. There were offers from Karnataka, Maharashtra and Rajasthan and other places. Instead of some small piece of land here, they were willing to offer 500 acres of land. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ചാമക്കാല PHCയിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവേഷകരെല്ലാം തന്നെ ഈ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. തീർച്ചയായും അതിൽ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പലപ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ചില നീക്കം ചെയ്യലുകളും മുറിച്ചുമാറ്റൽ പോലുള്ള അലോപ്പതിയിലെ ഈ ചികിത്സയും ഒക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. കീമോതെറാപ്പി ആയാലും റേഡിയേഷൻ ആയാലും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ, വാർഡംഗം PK ഹംസ, ഡോക്ടർ PP സജില, ലിസമ്മ ജോൺ, PG കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം മതിലകം പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ഗണിത ശില്പശാല നടത്തി. പാപ്പിനിവട്ടം AMUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഗണിത ഫസ്റ്റിന്റെ സ്കൂൾ തലത്തിലുള്ള മത്സരം കഴിഞ്ഞ് അതിൽ ഒന്നാമതെത്തിയ കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലെ മാഷേ? ഇവിടെ പഞ്ചായത്ത് തലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിജയികളായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾ വിജയിക്കണം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സർവശിക്ഷ അഭിയാൻ ഹിന്ദി ഫസ്റ്റ് നടത്തി, ഇംഗ്ലീഷ് ഫസ്റ്റ് നടത്തി, ഇപ്പോൾ ഗണിത ഫസ്റ്റാണ്. അപ്പൊ കുട്ടികൾക്ക് വാർഡംഗം മാലതി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മതിലകം BPO TS സജീവൻ, BRC ട്രെയിനർമാരായ TA സരള, KA ജിനി, നന്ദൻ, മിനി എന്നിവർ സംസാരിച്ചു. നാട്ടിക ഏരിയയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് ഉടൻ അറുതി വരുത്തണമെന്നും വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് അടിയന്തരമായി ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി KV നഫീസ ഉദ്ഘാടനം ചെയ്തു. KR സീത അധ്യക്ഷയായി.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV വിശാലാക്ഷി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ സംസാരിച്ചു. ബീന അജയ് ഘോഷ് സ്വാഗതവും മഞ്ജുള അരുണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KB സുധ പ്രസിഡന്റ്, ബീന അജയ് ഘോഷ്, VP ഷൈന വൈസ് പ്രസിഡന്റുമാർ, മഞ്ജുള അരുണൻ സെക്രട്ടറി, അല്ലി രാമദാസ്, ശാന്താരാമൻ ജോയിന്റ് സെക്രട്ടറിമാർ, ലീന രാമനാഥൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 4-ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഗിരിജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള.